നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 774th day. Today 54th sloka of Pradhamaskandha 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 774 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഭഗവാൻ തുടരുകയാണ്. കുരുപ്രതിശ്രുതം സത്യം യത്തത് സ്വാന്ത്വയഥാ പ്രിയാം പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യമേവ ച. ഓം തത്സത്. കുരുപ്രതിശ്രുതം സത്യം യത്തത് സ്വാന്ത്വയഥാ പ്രിയാം സ്വാന്ത്വയഥാ പ്രിയാം പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യമേവ ച. ഓം തത്സത്. ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു ബ്രാഹ്മണനെ വധിക്കുന്നത്, അതായത് ദുഷ്ടനായാലും ബ്രാഹ്മണനെ വധിക്കരുത്, അതേസമയം ആയുധം എടുത്തു വരുന്നവൻ എത്ര വലിയ തത്വങ്ങൾ അറിഞ്ഞ ബ്രാഹ്മണനാണെങ്കിലും വധിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ് പദം പിരിക്കേണ്ടത്. കുരു പ്രതിശ്രുതം സത്യം യത്ത് തത്ത് സാന്ത്വയിത്വാ സാന്ത്വയത പ്രിയാം പ്രിയം ച ഭീമസേനസ്യ ഭീമസേന അസ്യ ഭീമസേനസ്യ പാഞ്ചാലിക്കും മഹ്യം ഏവം ച മഹ്യം ഏവ ച. അതായത് പ്രിയയെ സാന്ത്വനിപ്പിക്കുന്നവനായ നിന്നാൽ യത് പ്രതിശ്രുതം യാതൊന്ന് പ്രതിജ്ഞ ചെയ്യപ്പെട്ടുവോ തത് അതിനെ സത്യമായിട്ട് കുരു ചെയ്താലും ഭീമസേനനും പാഞ്ചാലിക്കും മഹ്യം ഏവച എനിക്കും പ്രിയത്തെ കുരു ചെയ്താലും. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രാഹ്മണനെ വധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് പറയുകയാണ് പ്രിയയെ, അതായത് മക്കൾ മരിച്ചതിൽ വിഷമിക്കുന്ന പാഞ്ചാലിയെ അർജുനൻ ഞാൻ അവൻ്റെ തല കൊണ്ടുവന്ന് തന്ന് അതിൻ്റെ മേലിരുന്ന് വേണം നീ കർമ്മം ചെയ്യാൻ എന്ന് പ്രതിജ്ഞ ചെയ്ത് സമാധാനിപ്പിച്ചു. അങ്ങനെ എന്തൊരു പ്രതിജ്ഞ, പ്രിയയായിട്ടുള്ള പാഞ്ചാലിയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി നീ ഏതൊരു പ്രതിജ്ഞ ചെയ്തുവോ അതിനെ സത്യമായിട്ട് ചെയ്താലും, ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് പാലിക്കേണ്ടത് പ്രതിജ്ഞ ചെയ്തവൻ്റെ കടമയാണ്. അങ്ങനെ നീ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ആ പ്രതിജ്ഞയെ പാലിക്കുക. ഭീമസേനനെയും പാഞ്ചാലിയെയും എനിക്കും പ്രിയമായിട്ടുള്ള കാര്യത്തെ നീ ചെയ്താലും. ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വിഷമിക്കുന്ന അർജുനന് സൂചന നൽകുകയാണ്. അതായത് ഈ അശ്വത്ഥാമാവിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, എന്നാൽ പാഞ്ചാലി വധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഭഗവാൻ രണ്ടും പറയുന്നു, വധിക്കാം വധിക്കരുത് എന്ന് പറയുന്നു. ഭീമസേനൻ വധിക്കണമെന്ന് പറയുന്നു. ഇപ്രകാരം 3 പേർക്കും തൻ്റെ പ്രതിജ്ഞയ്ക്കും ഈ 3 പേരോടും സത്യത്തെ പുലർത്തണം. അതല്ലാതെ താൻ ചെയ്ത പ്രതിജ്ഞയോടും സത്യം പുലർത്തണം. ഇങ്ങനെ 3 പേർക്കും സത്യത്തിനും ഭംഗം വരാത്ത വിധം നീ
പ്രവർത്തിച്ചു കൊള്ളുക. എല്ലാവർക്കും പ്രിയമായത് ചെയ്യുകയും വേണം. അതോടൊപ്പം തൻ്റെ സത്യത്തെ പരിപാലിക്കുകയും വേണം. അങ്ങനെ എന്താണോ സാധിക്കുക അത് നീ ചെയ്തു കൊള്ളുക എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് എന്താണെന്ന് അർജുനൻ ഊഹിച്ച് ചെയ്യണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൊല്ലാതെ കൊല്ലുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വധിക്കുകയും ചെയ്യരുത്, എന്നാൽ വധിച്ചതിന് തുല്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും വേണം. അതാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യേണ്ടി വരിക. അത് എന്താണ് അർജുനൻ ചെയ്തതെന്ന് അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി ഭഗവാൻ പറയുന്ന ഭാഗമാണ്. കുരുപ്രതിശ്രുതം സത്യം യത്തത് സാന്ത്വയതാ പ്രിയാം പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യമേവ ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.